നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരക്കാരനായി മറ്റൊരു ഗവർണർ വന്നിട്ടുണ്ടല്ലോ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അദ്ദേഹമാണ് പുതിയ കേരള ഗവർണർ ആയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും RSSകാരനായിട്ടുള്ള ആദ്യ കേരള ഗവർണർ കൂടിയാണ് അദ്ദേഹം. BJPക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയധികം തലവേദനയൊക്കെ നമ്മുടെ സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിയുറച്ച RSSകാരനായിട്ടുള്ള ആർലേക്കർ പിണറായി സർക്കാരിന് മറ്റൊരു തലവേദനയാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോ ഗവർണർ സർക്കാർ ഊഷ്മള ബന്ധത്തിന്റെ നാളുകളാണോ ഇനി കാണാൻ പോകുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാൽ തന്നെയും ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ സർക്കാർ തീരുമാനം തിരുത്തിക്കൊണ്ടാണ് ആർലേക്കറുടെ തുടക്കമെന്നുള്ളത് നമുക്കറിയാം. ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന ഏതാനും ചില വിശ്വസ്തരെ മാറ്റി പകരം പുതിയ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് നിയോഗിച്ച തീരുമാനത്തിലാണ് ആർലേക്കർ ഇടപെട്ടത്. ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ ആർലേക്കറുടെ ആവശ്യപ്രകാരം അവരെയെല്ലാം വീണ്ടും സുരക്ഷാ സേനയിലേക്ക് ഉൾപ്പെടുത്തി. സർക്കാരിനെതിരായ തുറന്ന പോരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ നമ്മുടെ പുതിയ ഗവർണറും തുടങ്ങുകയാണ്. ഇതാണ് രാജ്ഭവന്റെ ആദ്യ ഇടപെടലോടെ ചോദ്യമുയർന്നത്. എന്നാൽ വിരമിക്കാൻ മാസങ്ങൾ മാത്രമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മാനുഷിക പരിഗണന വെച്ച് ചേർത്ത് നിർത്തുക മാത്രമാണ് ഗവർണർ ചെയ്തതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഏതായാലും സർക്കാരുമായിട്ട് ഒരു തർക്കത്തിനുമില്ലെന്ന നിലപാട് തന്നെയാണ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ആർലേക്കർ പരസ്യമായി വ്യക്തമാക്കിയത്. സർക്കാരിന് നിർദ്ദേശം നൽകാനോ വഴികാട്ടാനോ അല്ല, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നത് തന്നെയാണ് ഗവർണർ സ്ഥാനം ഏൽക്കും മുമ്പേ ആർലേക്കറിന്റെ പ്രതികരണം വന്നത്. ഈ പറഞ്ഞതൊക്കെ അതുപോലെ നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ആരിഫ് മുഹമ്മദ് ഖാന് ഒരു യാത്രയയപ്പ് പോലും നൽകാതെ മടക്കി അയച്ചെങ്കിലും പുതിയ ഗവർണറെ കുറിച്ച് മുൻവിധിയൊന്നുമില്ലാതെയാണ് സർക്കാരിന്റെയും നീക്കം. ഔപചാരികമാണെങ്കിൽ കൂടിയും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി ഗവർണറെ സ്വീകരിച്ചതുമൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. പഴയ ഗവർണർ ഉണ്ടാക്കിയ പൊല്ലാപ്പെല്ലാം മറന്ന് രാജ്ഭവനുമായി നല്ല ബന്ധമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണിത്. ഹിമാചൽ പ്രദേശിലും ഏറ്റവും ഒടുവിൽ ബീഹാറിലും ഗവർണർ പദവിയിൽ ഇരുന്ന ശേഷമാണ് ആർലേക്കർ കേരളത്തിലെയും ഭരണ തലവനാകുന്നത്. തീർത്തും സൗമ്യനായ സ്വഭാവക്കാരനാണെങ്കിലും നടപടികളിലൊന്നും ആ സൗമ്യത ആർലേക്കറിനില്ല എന്നാണ് അറിവ്. ബീഹാർ ഗവർണർ ആയിരിക്കെ കർക്കശമായ നടപടികൾ സ്വീകരിക്കാൻ യാതൊരു മടിയും അദ്ദേഹം കാണിച്ചിട്ടുമില്ല. BJP സഖ്യകക്ഷി ആയിരുന്നിട്ട് പോലും നിതീഷ് കുമാർ സർക്കാരുമായി സർവകലാശാല വിഷയത്തിലടക്കം നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാൻസലറുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയും സർവകലാശാലകളുടെ സ്വയംഭരണാധികാരം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിച്ച ചരിത്രവും ആർലേക്കറിനുണ്ട്. സ്വന്തമായി ഓഡിറ്റ് ടീമിനെ നിശ്ചയിച്ച് സർവകലാശാലകളിൽ ഓഡിറ്റ് നടത്താൻ പോലും തീരുമാനിച്ചിരുന്നു അദ്ദേഹം. പിണറായിയെ പോലെ നേർക്കുനേർ ഏറ്റുമുട്ടലിന് നിതീഷ് ഒരുക്കമല്ലാതിരുന്നത് കൊണ്ട് മാത്രം സർക്കാർ ഗവർണർ പോര് ബീഹാറിൽ ഉണ്ടായില്ല എന്നത് മാത്രമാണ് വ്യത്യാസം. എന്തായാലും ജനുവരി മധ്യത്തോടെ ചേരാനിരിക്കുന്ന പുതുവർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ അറിയാം പിണറായി സർക്കാരിനെതിരെയാണോ അതോ സർക്കാരിനൊപ്പം നിന്നാണോ ആർലേക്കർ പ്രവർത്തിക്കുക എന്നുള്ളത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് നിയമസഭ ചേരുക. സർക്കാർ എഴുതി തയ്യാറാക്കി നൽകുന്ന ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സഭയിൽ ആ ഭാഗം ഗവർണർ വായിക്കുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നയപ്രഖ്യാപന പ്രസംഗത്തോടെ തന്നെ സർക്കാരിനെതിരായ ഗവർണറുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വരുമെന്നർത്ഥം. ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണറെ നിയമിക്കുന്നതിന് BJPക്ക് കൃത്യമായി ലക്ഷ്യമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി മാത്രം ആരെയെങ്കിലും പിടിച്ച് ഗവർണറാക്കുന്ന ഒരു പതിവൊന്നും BJPക്ക് ഇല്ല താനും. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന BJPക്ക് അധികം ഹോൾഡില്ലാത്ത സംസ്ഥാനത്ത്. തികഞ്ഞ ഒരു സംഘപരിവാറുകാരനായ ആർലേക്കറെ ഗവർണറായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന ഗവർണർ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ലെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. വേണമെങ്കിൽ ഇതിനോടൊക്കെ കൂട്ടി വായിക്കാവുന്നതാണ്.
ഗോവ സ്വദേശിയായിട്ടുള്ള ആർലേക്കർ ചെറുപ്പം മുതലേ RSSൽ പ്രവർത്തിച്ച പടിപടിയായി ഉയർന്നു വന്നയാളാണ്. ഗോവ BJPയുടെ ജനപ്രിയ മുഖങ്ങളിൽ ഒരാൾ. 25% ക്രൈസ്തവരുള്ള ഗോവയിൽ ക്രൈസ്തവ സഭയുമായി നല്ല ബന്ധമുള്ള നേതാവ് കൂടിയാണ് ആർലേക്കർ. 2 തവണയാണ് MLA ആയത്. 2014 പരീക്കറിന് പകരം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ പറഞ്ഞു കേട്ടിരുന്ന പേരായിരുന്നു ആർലേക്കറിൻ്റെത്. 2015 ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി സ്പീക്കർ പദവിയും വഹിച്ചു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായും നിയമിതനായി. ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കിയതോടെ ആർലേക്കർ അവിടെ നിന്നും നേരെ കേരളത്തിലേക്കും എത്തി. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ശേഷിക്കെ ഗവർണറിലൂടെ നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. നേരത്തെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവന്നത് വഴി മുസ്ലിം ന്യൂനപക്ഷ വോട്ട് BJP ലക്ഷ്യമിട്ടെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടിരുന്നില്ല. ക്രൈസ്തവ സഭകളോട് നല്ല ബന്ധമുള്ള ആർലേക്കറിലൂടെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കും BJP ലക്ഷ്യം വെക്കുന്നുണ്ട്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ പിന്തുണ ആർജിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ക്രൈസ്തവ പിന്തുണ തേടാൻ പുതിയ ഗവർണറെയും BJP പരീക്ഷിക്കുന്നത്. നന്ദി.